നമസ്കാരം, ഞാൻ നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മൾ റൈസ് അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, ലഹരി വിരുദ്ധ പരിപാടി വട്ടപ്പങ്കാട് മേഖലയിൽ വെച്ചിരുന്നു. അവിടെ വളരെ കാലമായിട്ട് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടും, അതുപോലെ ഒരു കെട്ടിടം, സർക്കാരിൻ്റെ തന്നെ ഒരു കെട്ടിടം അവിടെ ഒഴിഞ്ഞു കിടന്നിടത്തൊക്കെ വളരെ പ്രശ്നമുണ്ടായ സ്ഥലമാണ്. അവിടെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീയൊക്കെ ചേർന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഒക്കെ ഞാനാണ് ചെയ്തത്. വളരെ വൃത്തിയായി പരിസരവും, പല ആളുകളും അവിടെ വന്ന് മദ്യപിക്കുകയും അതിൻ്റെ കുപ്പിയൊക്കെ അവിടെയുള്ള കിണറിൽ നിറച്ചിട്ടിരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതെല്ലാം നമ്മുടെ ആളുകളെല്ലാം കൂടെ അത് എടുത്ത് മാറ്റി വൃത്തിയാക്കി വളരെ നന്നാക്കി എടുക്കുകയും അവിടെ എക്സൈസുകാരും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ട്രെയിനിങ് ഒക്കെ നടത്തി സ്ത്രീകൾക്ക് സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തയ്യൽ പരിശീലനം 30-30ഓളം സ്ത്രീകൾക്ക് അവിടെ നടത്തി കൊടുക്കുകയുണ്ടായി. കൂടാതെ ഈ സ്ത്രീകളുടെ ഫ്രണ്ട്ലി മേഖലകളായിട്ട് മാറ്റുന്നതിന് സ്ത്രീകൾക്ക് പ്രത്യേക അവയർനെസ്സും, പുരുഷന്മാരുടെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ട് കുറേ ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ അത്തരം ലഹരി പരിപാടികളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നവരെ കൗൺസിലിങ്ങിലൂടെ മാറ്റപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞ് ഒരു നല്ല ഏരിയ ആയിട്ട് വട്ടപ്പങ്കാട് ST മേഖലയാണ്. അപ്പോൾ ST വിഭാഗത്തിലുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇത്തരം കാര്യങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുകയും അത് പിന്നീട് അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ കരിയറിനെയൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ ഈ റൈസ് അപ്പ് എന്ന് പറയുന്ന പരിപാടി വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വരുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് വേണ്ടുന്ന തൊഴിലധിഷ്ഠിത പദ്ധതികളിലേക്കൊക്കെ പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്വാതി. തിരുവനന്തപുരം കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധിയായിട്ടുള്ള നൂതന ആശയങ്ങളും പദ്ധതികളും ജില്ലയിലെ വിവിധ CDSകളിൽ ജെൻഡർ റിസോഴ്സ് സെൻ്ററുകളുടെ ഭാഗമായി നടത്തി വരുന്നു. അതിലേറ്റവും മാതൃകാപരമായി എടുത്തു പറയാവുന്ന ഒരു പ്രവർത്തനമാണ് നന്ദിയോട് മോഡൽ GRCയുടെ ഭാഗമായി നടത്തി വരുന്ന റൈസ് അപ്പ് എന്ന് പറയുന്ന പരിപാടി. ഓരോ പഞ്ചായത്തിലെയും നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി ആ അരക്ഷിതാവസ്ഥയെ തരണം ചെയ്യുന്നതിന് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തണം എന്നതായിരുന്നു ജെൻഡർ റിസോഴ്സ് സെൻ്ററുകൾ വഴി നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടികൾ. അതിൻ്റെ ഭാഗമായി നന്ദിയോട് മോഡൽ GRCയുടെ ഭാഗമായി വട്ടപ്പൻകാവ് എന്ന് പറയുന്ന പ്രദേശത്ത് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ പഠനം നടത്തുന്നതിനായി തുടങ്ങി. ഈ പഠനത്തിൻ്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള ആ ഒരു പ്രദേശത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൺവേർജൻസോടുകൂടി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും വെറുമൊരു ബോധവൽക്കരണ ക്ലാസ് എന്നതിലുപരി നമുക്കെടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ അവിടുത്തെ സ്ത്രീകളെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള സാമ്പത്തിക സാക്ഷരത വിദ്യാഭ്യാസം നൽകുന്നതിനും തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നതിനും അവരെ ഒരു തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിനും റൈസ് അപ്പ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ നമുക്ക് സാധ്യമായി. അതുപോലെ തന്നെ കുട്ടികളെ ഏറ്റവും കൂടുതൽ നൂതന സാങ്കേതിക വിദ്യയിലോട്ട് പോകാതെ അതിൻ്റെ ദൂഷ്യവശങ്ങളിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കുട്ടികളെ അവരെ കായികപരമായി കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി നമുക്കൊരു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു ഫുട്ബോൾ ടീം രൂപീകരിക്കുന്നതിനും നിരവധിയായിട്ടുള്ള കായിക മത്സരങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുന്നതിനും റൈസ് അപ്പ് എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായി നടത്തുകയുണ്ടായി. അത്തരത്തിൽ വിവിധങ്ങളായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന തരത്തിലുള്ള വിവിധ പരിപാടികൾ ആണ് റൈസ് അപ്പിൻ്റെ ഭാഗമായിട്ട് നന്ദിയോട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ നൂതനപരമായിട്ടുള്ള ആശയങ്ങളും അതുവഴി സമൂഹത്തിന് ഫലവത്തായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിനും മുൻകൈയെടുത്ത ജെൻഡർ റിസോഴ്സ് സെൻ്റർ പ്രതിനിധികൾക്കും കുടുംബശ്രീ CDS അംഗങ്ങൾക്കും അതോടുകൂടി നമ്മളോട് സഹകരിച്ച് നിന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും എല്ലാവർക്കും കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി. എൻ്റെ പേര് ഷില്ലി. നന്ദിയോട്
CDSന്റെ ചെയർപേഴ്സണാണ്. അപ്പോൾ ഞങ്ങൾ വട്ടപ്പങ്കാടിലെ റൈസപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ വന്ന് ജയരാജ് സാറാണ്. നമ്മൾ ഇങ്ങോട്ട് CDSലോട്ട് വന്ന് സാറ് നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് അത് ആ വർക്ക് ചെയ്യിപ്പിച്ച് ആദ്യം പേരെടുത്ത് പറയണം. ജയരാജ് സാറിനെ കൊണ്ടുവന്ന നമ്മളെ കമ്മ്യൂണിറ്റി കൗൺസിലറാണ് മല്ലിക. അപ്പോൾ പുള്ളിക്കാരത്തി നമുക്ക് വേണ്ടി GRCക്ക് വേണ്ടി പരമാവധി ഉറക്കമൊഴിഞ്ഞ് തന്നെ പ്രവർത്തിക്കുന്നതെന്ന് തന്നെ പറയണം. അപ്പോൾ ഓരോ പരിപാടികളും കൊണ്ടുവരുമ്പോൾ നമുക്ക് അത്രയും നല്ല രീതിയിൽ നടത്താനും എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ കമ്മ്യൂണിറ്റി കൗൺസിലറാണ്. ഇതെല്ലാം നമ്മളെ ചെയ്യിക്കുന്നത് പിന്നെ ദിവ്യ മാഡം ഉണ്ട്. അപ്പം അവർക്ക് ഞാൻ നന്ദി പറയുന്നു. റൈസപ്പിൻ്റെ ഇതായിട്ട് അവർ ഇവിടെ വന്ന് ഞങ്ങളെയും പിന്നെ പ്രായം ചെന്നവരെയും ചെറിയ പിള്ളേരെയും ഒക്കെ അവർ നല്ല രീതിയിലൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരുവിധം നല്ല രീതിയിലൊക്കെ ആയി. പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലൊരു സാറ് വന്ന് ആ സാറ് പറഞ്ഞത് നല്ലത് കേൾക്കാൻ. പിന്നെ ആത്മഹത്യക്ക് വന്നവരെയും കൊണ്ടുപോയി എല്ലാവർക്കും ശരിയാക്കി അവർ ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ. റൈസപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി CDS കമ്മിറ്റി വട്ടപ്പൻകാട് തിരഞ്ഞെടുത്തു. ജൂൺ മാസത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ PK ജയരാജ് ക്ലാസുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് റൈസപ്പിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. വീടുകൾക്ക് സർവേ. വിനോദം ലഹരിയാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കൗമാരപ്രായക്കാർക്കായി ഫുട്ബോൾ ടീം രൂപീകരിച്ചു. ശേഷം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി സ്നേഹിത, സദ്ഗമയ, എക്സൈസ് എന്നിവരുടെ സഹായത്തോടെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കൂടാതെ കുട്ടികൾക്കായി സ്ക്രീനിംഗ് സംഘടിപ്പിച്ചുകൊണ്ട് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. റൈസപ്പിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് ക്ലാസുകൾ, സ്ക്രീനിംഗ് നടത്തിയവർക്ക് കൗൺസിലിംഗ്, സ്കിൽ ട്രെയിനിംഗ്, സദ്ഗമയുടെ ഫൈനൽ ക്ലാസ് എന്നിവയാണ്. കൂടാതെ കരുണാസായിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്ലാസ് വട്ടപ്പൻകാട് സംഘടിപ്പിക്കുകയുണ്ടായി. ലഹരിവിരുദ്ധ ക്ലാസ്, സ്ക്രീനിംഗ് നടത്തിയ കുട്ടികൾക്കായി കൗൺസിലിംഗ്, പ്രശ്നങ്ങൾ കണ്ടെത്തിയവർക്ക് പ്രത്യേകമായ കൗൺസിലിംഗ്, ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുകയുണ്ടായി. ഡോക്ടർ LR മധുജൻ, ലേഖ മധുജൻ തുടങ്ങി 4 പേരടങ്ങുന്ന ഒരു കൗൺസിലിംഗ് ടീം ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. MSMEയുടെ സഹായത്തോടെ സ്കിൽ ട്രെയിനിംഗ് സംഘടിപ്പിച്ച് പരിശീലനത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സ്ത്രീകൾക്കായി RBIയുടെ സഹായത്തോടെ സാമ്പത്തിക സാക്ഷരതാ ക്ലാസുകൾ ഉപയോഗകരമായ രീതിയിൽ നൽകിയിട്ടുണ്ട്. സദ്ഗമയുടെ അവസാന ക്ലാസോടുകൂടി പ്രോഗ്രാം പൂർത്തിയായി. 12 പേർ ലഹരി വിമുക്തിയിലെത്തി. ഇതിൽ കൂടുതൽ പേരും സ്വമേധയാ തയ്യാറായവരാണ്. ആത്മഹത്യാ പ്രതിരോധം സൃഷ്ടിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും റൈസപ്പിന് സാധിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി സഹകരിച്ച എക്സൈസ്, ട്രൈബൽ ഹെൽത്ത്, കരുണാസായി, MSME, RBI, വട്ടപ്പൻകാട് നിവാസികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്നേഹിത ജില്ലാ മിഷൻ എന്നിവർക്കുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ദിവ്യ. നന്ദിയോട് മോഡൽ GRCയുടെ ഭാഗമായിട്ട് വാർഡ് തല പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു പ്രദേശത്തിൻ്റെ അരക്ഷിതാവസ്ഥ കണ്ടെത്തുന്നതിനും അതിനു വേണ്ടിയിട്ട് പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനുമായിട്ടുള്ള രീതിയിൽ റൈസപ്പ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ വട്ടപ്പൻകാവിൽ നമ്മൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കിവിടെ ഒരുപാട് അരക്ഷിതാവസ്ഥ, അതിൽ കൂടുതലായിട്ട് മയക്കുമരുന്നിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആൽക്കഹോളിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ആത്മഹത്യകളിൽ അങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളിലൂടെ ഒരു അരക്ഷിതാവസ്ഥയാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റൈസപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി, അതിലൂടെ ഒരുപാട് പേരെ ഡി അഡിക്ഷനിലേക്ക് കൊണ്ടുവരുവാനും അവബോധ ക്ലാസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും, അതുകൂടാതെ തന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുണ്ടായിരുന്ന പ്രദേശങ്ങൾ അവിടെ നല്ലൊരു പ്രവർത്തനം നടത്തി അവിടുത്തെ ആ പ്രശ്നങ്ങൾ മാറ്റി നിർത്തുന്നതിനും നമുക്ക് ഈ പരിപാടിയിലൂടെ സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ കൗമാരപ്രായക്കാർക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ ടീം നമ്മുടെ വിമുക്തിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാൻ, അങ്ങനെ ഒത്തിരി നല്ല നല്ല പ്രവർത്തനങ്ങൾ ഘട്ടഘട്ടമായി നടത്തുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇവിടെ എത്തിക്കാനും വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള
പരിപാടിയിലൂടെ നമുക്ക് ഈ റൈസപ്പ് എന്ന് പറയുന്ന പരിപാടി സക്സസ് ആക്കുന്നതിനും ഒത്തിരി നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിനും നമുക്കിത് ഇടയാക്കിയിട്ടുണ്ട് പരിപാടിയുടെ നല്ല വിജയത്തിനായി നമ്മുടെ ഈ നാട്ടുകാർ, പഞ്ചായത്ത്, നമ്മുടെ കുടുംബശ്രീ അങ്ങനെ തുടങ്ങി എക്സൈസ് അങ്ങനെ തുടങ്ങി ഹോമിയോ തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കിതിൽ നല്ല രീതിയിലുള്ള സഹകരണം തന്നിട്ടുണ്ട്. ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും മോഡൽ GRCയുടെ പേരിലുള്ള റൈസപ്പിൻ്റെ പേരിലൊക്കെയുള്ള നന്ദി അറിയിക്കുകയാണ്. നന്ദി.